വാർഡ് ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനവും അനുമോദനവും. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് അഴിയന്നൂർ 12-ാം വാർഡിൽ മെമ്പർ എൻ സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി പരാതികൾ, പദ്ധതികൾ എന്നിവയും ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ഒരു ആപ്പ് വഴി അറിയാൻ കഴിയുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനവും +2 SSLC USS NMMS LSS വിജയികൾക്കുള്ള അനുമോദനവും വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള മഴക്കോട്ട് വിതരണവും നിർവഹിച്ചു. റൈഫിൾ അസോസിയേഷൻ ജില്ലാതല മത്സരത്തിൽ വിജയിച്ച് കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട CS മഹേന്ദ്രനാഥ്, അങ്കിത്, മുതിർന്ന ശില്പി K കൃഷ്ണകുമാർ എന്നിവരെ ആദരിച്ചു. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിലൂടെയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലൂടെയാണ്. ലോകം മുഴുവൻ ഇത് കാണുകയാണ്. ലോകത്തിലെ ഏത് കോണിലിരിക്കുന്ന ആളുകൾക്കും ആ കമ്പനിയുടെ വേക്കൻസിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം, അവരുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം, അവരുടെ ടെസ്റ്റിൽ എക്സാം ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ടെസ്റ്റിലും പങ്കെടുക്കാം. കാരണം ഓൺലൈൻ സംവിധാനമുണ്ട്. ഇന്റർവ്യൂ ആരും ഫിസിക്കലായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കയിലുള്ള ഒരാൾക്ക് പാലക്കാടുള്ള ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വീഡിയോ കോൺഫറൻസ് സംവിധാനം വഴി കഴിയും. അവരുടെ റിട്ടേൺ ടെസ്റ്റിൽ ഓൺലൈനായിട്ട് റിട്ടേൺ ടെസ്റ്റ് എഴുതാൻ കഴിയും. അപ്പൊ നിങ്ങൾ മത്സരിക്കുന്നത് ഇത് ലോകത്തെ എല്ലാ ആളുകളും കൂടിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം, നമ്മുടെ ജനറൽ നോളജ് വർദ്ധിപ്പിക്കണം, നമ്മുടെ സബ്ജക്റ്റിലുള്ള നോളജ് വർദ്ധിപ്പിക്കണം. അത്രയും സ്മാർട്ടായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ കോമ്പറ്റീഷൻ നിറഞ്ഞ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പഠന രീതിയിൽ വരുത്തണം. സ്കൂളിലുള്ള ഒരു ആപ്പ്, സ്വന്തം വാർഡിലെ ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാനുള്ള ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്, അതിനൊരു പ്രത്യേക കയ്യടി സച്ചിദാനന്ദന് നൽകണം. കേരളത്തിലെ അഴിയന്നൂരിലെ 12-ാം വാർഡ്, കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ അഴിയന്നൂർ 12-ാം വാർഡ് കേരളത്തിലെ 23,000-ഓളം വരുന്ന വാർഡുകൾക്ക് മാതൃകയായിരിക്കും. BJP മണ്ഡലം പ്രസിഡന്റ് K നിഷാദ്, വാർഡ് മെമ്പർ N സച്ചിദാനന്ദൻ, V കല്യാണകൃഷ്ണൻ, K ശാരദ എന്നിവർ സംസാരിച്ചു.